എൻ്റെ കുഞ്ഞിതിനകത്തുണ്ട്. ഈ ഈ വാസ്തവത്തിൽ ഈ ഗവൺമെന്റിന്റെ അനാസ്ഥയാണ് ഈ കാരണം. പിണറായി ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഇപ്പൊ എത്ര സമയമായിട്ടുണ്ടാവും കറണ്ട്? ഇപ്പൊ തന്നെ മണിക്കൂറുകൾ എടുത്തല്ലോ. ഇതിനകത്ത് എത്രയോ 4 മണിക്കൂർ കൂടുതലായി. ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഏറ്റവും പിടിപ്പുകേടാണ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനാസ്ഥയാണിത്. നിലവിൽ അതായത് ഇതാ ഈ പറഞ്ഞതുള്ള സ്മൃതി വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നതാണ്. നിരവധി പേർ നേരത്തെ തന്നെ ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ചേട്ടാ, അകത്ത് എൻ്റെ വൈഫാണ് കിടക്കുന്നത്. ഇപ്പം ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്. എൻ്റെ വൈഫ് മാത്രമല്ല, ഒരുപാട് പേര് ഇതിനകത്ത് കിടക്കുകയാണ്. അവരാരും ബുദ്ധിമുട്ടില്ല. അവരുടെ ഉള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇവിടെ എല്ലാം പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്ക് ആരുടെ പേര് ഞങ്ങൾ കടവ് ചെയ്യാൻ വന്നതല്ല. ഞങ്ങൾക്ക് ഇതിൻ്റെ ആയിട്ടുള്ള റീസൺ അറിയണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ അമ്മമാരും, ഞങ്ങളുടെ കൂടെ ഇടുന്ന എല്ലാ പേഷ്യൻസും അവിടെ സുഗമമായിട്ടിരിക്കണം. അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവരുത്. അത് മേലധികാരികൾ നമുക്കത് നല്ല രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വിശദീകരണം അകത്തുനിന്ന് ഒരു വിശദീകരണം ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ആകപ്പാടെ അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ SIT-യിൽ 2 ദിവസമായിട്ട് ജനറേറ്ററിലാണ് ഇവിടെ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് എന്തുകൊണ്ടാണ് ഇവർ അതിന്റെ മെയിൻ്റനൻസ് നോക്കാത്തത്? ഇവിടെ വൈദ്യുതി എന്തുകൊണ്ടാണ് പുനഃസ്ഥാപിക്കപ്പെടാത്തത്? അത് ഞങ്ങൾക്ക് അറിയണം. നാളെ ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് ഈ ജനറേറ്ററിനകത്ത് ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു #ഹാഷ് കൊണ്ട് സാമൂഹിക മാധ്യമങ്ങൾ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എത്രത്തോളം മുന്നേ നമ്മൾ പ്രവർത്തിക്കുന്നോ അത്രത്തോളം അപകടത്തിന്റെ ആഘാതങ്ങളോ അപകടം ഉണ്ടാകുന്ന സാധ്യതകളോ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഞങ്ങൾ ഇവിടെ ആരെ ഖരാവ് ചെയ്യാനോ ആരെ അതിക്രമിക്കാനോ അല്ല ഞങ്ങൾക്ക് ഇവർ സുരക്ഷിതരാണ് എന്ന് മേലധികാരികൾ ഉറപ്പ് തരണം.